ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ഒരേയൊരു മനുഷ്യജീവിതം, അത് മറ്റുള്ളവർക്കായി നൽകാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞ് ക്രിസ്തു സ്നേഹത്തെ പ്രതി ജീവിതം സമർപ്പിക്കുന്ന കത്തോലിക്ക സഭയിലെ സന്യാസ ജീവിതത്തിന്റെ വൈവിധ്യങ്ങളാർന്ന അനുഭവങ്ങൾ കോർത്തിണക്കി അവതരിപ്പിക്കുന്ന ഗുഡ്നസ് ടിവിയുടെ സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആഹ്ലാദത്തോടുകൂടി വീക്ഷിക്കുന്ന ഗുഡ്നസ് ടിവിയുടെ സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ ഈ സംവാദവേദിയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് റവറൻഡ് സിസ്റ്റർ സുനിത ക്രൂസ് DHM. 5 ഭൂഖണ്ഡങ്ങളിലായി 31 രാജ്യങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹസാക്ഷ്യത്തിന്റെ ധീരമായ അടയാളങ്ങളായി വർത്തിക്കുന്ന ആയിരക്കണക്കിന് സമർപ്പിതരുടെ പ്രതിനിധിയായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന സിസ്റ്റർ സുനിത ക്രൂസ്. സ്വാഗതം ചെയ്യാം സിസ്റ്റർ സുനിത ക്രൂസ്. സിസ്റ്റർ സുനിത ക്രൂസ് ഒറ്റക്കമുണ്ട രൂപതയിൽ പിതാവ് ബി ക്രൂസിന്റെയും മാതാവ് അന്നമ്മ ക്രൂസിന്റെയും 2 മക്കളിൽ മൂത്ത മകൾ. സൊസൈറ്റി ഓഫ് ദ ഡോട്ടേഴ്സ് ദ ഹാർട്ട് ഓഫ് മേരി കോൺഗ്രിഗേഷനിലെ അംഗം. ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, MA ക്രിസ്ത്യൻ സ്റ്റഡീസ്, MSc സൈക്കോളജി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസം നേടിയ സിസ്റ്റർ കൗൺസിലിംഗ് ആൻഡ് ടീച്ചിംഗ് ആണ് തൻ്റെ ദൈവരാജ്യ വേലയിലെ പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്തത്. തൻ്റെ കോൺഗ്രിഗേഷനിലെ സുപ്പീരിയർ പ്രൊവിൻഷ്യൽ കൗൺസിലർ പദവി സിസ്റ്റർ അലങ്കരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ മണവാട്ടിയായ സിസ്റ്റർ സുനിത ക്രൂസിന് സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സിസ്റ്റർ സുനിത ക്രൂസ് എവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്? വീട്, ഭവനം, സന്യാസ സമർപ്പിത സമൂഹം, ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാൻ വരുന്നത് ഊട്ടിയിൽ നിന്നാണ്. ഊട്ടിയിൽ ക്രിസ്തുസ് റെക്സ് സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടീച്ചിങ് പ്ലസ് കൗൺസിലിംഗ് ഇത് രണ്ടുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൊഫഷണലി ഐ എം സൈക്കോളജിസ്റ്റ് ആൻഡ് കൗൺസിലർ. എന്തൊക്കെ പഠനങ്ങൾ ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ട്? അച്ഛാ, ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ ചെയ്യുന്നത് ഫാമിലി കൗൺസിലിംഗ് ആൻഡ് ജനറൽ കൗൺസിലിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എറണാകുളത്ത് ആശ്വാസ് കൗൺസിലിംഗ് സെൻറ്ററിൽ 7 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനുള്ളത് ഊട്ടിയിലാണ്. അപ്പോൾ അവിടുത്തെ സ്കൂൾ കൗൺസിലറായിട്ട്, അതായത് ഇപ്പോൾ CBSE സ്കൂൾസിലൊക്കെ വെൽനസ് ടീച്ചർ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരു സ്കൂൾ കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. സിസ്റ്റർ, ഈ കൗൺസിലിംഗ് മേഖലയ്ക്ക് സിസ്റ്ററിനെ തന്നെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്? ഞാൻ ബേസിക്കലി ക്ലയൻറ്റ് സെൻറ്റേഡ് കൗൺസിലിങ്ങിനാണ് പഠിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ പിള്ളേരെന്നല്ല, കപ്പിൾസ് പിന്നെ ഫാമിലി കൗൺസിലിങ്ങിനുമൊക്കെ ഞാൻ ചെയ്യുന്നത്. കാരണം അത് ഒത്തിരി എനിക്ക് ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് ആരോടും ഇങ്ങനെ കയറി പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഇനിയും ആരും അത് അത്രയ്ക്കും ഉൾക്കൊണ്ടിട്ടില്ല. ഇറ്റ്സ് സ്റ്റിൽ എ തബു. അപ്പം ഞാനിവിടെ ആശ്വാസിൽ ജോലി ചെയ്യുമ്പോഴായാലും അവിടെ ചുറ്റിലും പള്ളികളുണ്ട്. അപ്പം ഈ കൗൺസിലിംഗിൽ നിന്ന് വരുന്നവർ പറയും, ഞങ്ങളുടെ സമയം വരുമ്പോൾ ഞങ്ങളൊന്ന് വിളിച്ച് മിസ്ഡ് കോൾ കൊടുത്താൽ മതി, ഞങ്ങളപ്പോൾ വന്നോളാം, അതുവരെ ഞങ്ങൾ എവിടെയെങ്കിലും പള്ളിയിലിരിക്കാമെന്ന രീതിയിലാണ്. അപ്പോൾ ഇപ്പോഴും കൗൺസിലിംഗ് ഇസ് നോട്ട് അക്സെപ്റ്റഡ്. അപ്പോൾ പക്ഷെ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് എല്ലാവരുടെയും ഇടയ്ക്ക് നമ്മൾ പോയി കുഴപ്പമുണ്ടോ എന്താണ് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അവർ വരുമ്പോൾ കുഴപ്പമുണ്ടെങ്കിലും നമ്മൾ അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. മറ്റൊരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് താല്പര്യമില്ല ഇല്ല കൗൺസിലിംഗിന് വരുന്നവർക്ക്. അപ്പോൾ അവർ പള്ളിയിൽ പോയിരിക്കും, സമയത്ത് വിളിച്ചാൽ അപ്പോൾ ഓടി വരും. അപ്പോൾ അവർക്ക് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ പറയും, ഒരു മിസ്ഡ് കോൾ കൊടുത്താൽ മതി, ഞങ്ങൾ വരാമെന്ന് പറയും. ഇതെന്തോ ഒരു മാനസിക അസ്വസ്ഥതയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ഒരു മാനസിക രോഗമുള്ളവർക്ക് വേണ്ടിയാണ്, എന്തോ സംതിങ് പ്രോബ്ലം ഉള്ളവരാണ് കൗൺസിലിങ്ങിന് വരുന്നത് എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴും നമ്മുടെ മലയാളിയുടെ മലയാളി മാത്രമല്ല എല്ലാവർക്കും. അതായത് ഒരു മറ്റൊരാളുടെ സഹായം നമ്മുടെ ഒരു മെന്റൽ വെൽനെസ്സിന് വേണ്ടി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു കുറവായിട്ട് കരുതുന്ന ആൾക്കാരുണ്ട്, അല്ലേ? അപ്പൊ അതാണോ അതിന്റെ ഒരു കാരണം?
ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലായാലും ഇപ്പോൾ സ്കൂളിലായാലും ഇപ്പോൾ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് എന്ന് വരുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ഒരു 10 മിനിറ്റിന് കൂടുതൽ ഞങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ മറ്റൊരു വിചാരിക്കും ഈ കുട്ടിക്ക് എന്താണ് പ്രശ്നം, സംതിങ് ഇസ് റോങ് ഉണ്ട്. അപ്പം അതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും എല്ലാവർക്കും ഉള്ളത് ഏതാണ്ട് കുറവുള്ളവർക്ക് മാത്രമേ അത് പാടുള്ളൂ. എന്താണ് അപ്പോൾ കൗൺസിലിംഗ്? കൗൺസിലിംഗ് ഈസ് ജസ്റ്റ് ടോക്കിംഗ്. ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വീടുകളിലായാലും കുടുംബങ്ങളിലായാലും ആരും പരസ്പരം സംസാരിക്കുന്നത് ഇല്ല, അത് കുറവാണ്. ഇപ്പോൾ പണ്ടൊക്കെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു, കാരണന്മാരുണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ആരോടെങ്കിലും സംസാരിക്കാം. ഇപ്പോൾ അവർക്ക് സംസാരിക്കാൻ ആരുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെല്ലാം ഇങ്ങനെ ബോട്ടിൽ ചെയ്ത് വെക്കുന്നതാണ് പ്രശ്നം. അപ്പോൾ അത് ഇപ്പോൾ ഞങ്ങൾ കൗൺസിലേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഞങ്ങളോട് വന്ന് പറയും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അവർക്ക് വേണ്ട എന്തെങ്കിലും ടിപ്സ് കൊടുക്കുകയും അത് നൽവഴി ചെയ്യാം. അത് പേരൻസിന് പോലും ഇഷ്ടമല്ല, അതാണ് സത്യം. ഇപ്പം എൻ്റെ കുട്ടിക്ക് എന്താണ് കുഴപ്പം, എന്തിനാണ് എൻ്റെ കുട്ടിയുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത്, ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എല്ലാവരും അവരവരുടെ ഒരു സോഷ്യൽ എക്സിസ്റ്റൻസിനെയാണ് വിലമതിക്കുന്നത്. അതെ, അവരുടെ ഒരു പേഴ്സണൽ സിറ്റുവേഷനെ അവര് പിന്നെ അത്രമാത്രം കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. അതെ. അല്ല, കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉള്ള പ്രതികരണം എങ്ങനെയാണ്? അവർക്കും താല്പര്യക്കുറവുണ്ടോ? അവർ സംസാരിക്കും. ഇപ്പോൾ ചിലർക്ക് ഇപ്പം നമ്മൾ അവർക്ക് അത്രയും കോൺഫിഡൻസ് ആണെങ്കിൽ അവർ നമ്മൾ നന്നായിട്ട് സംസാരിക്കും. പക്ഷെ ചിലപ്പോൾ അവർ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ട് ഇവർ ഇത്രയും നേരം പോയി സംസാരിക്കുന്നുണ്ട്, റീസൺ എന്താണെന്ന് ചോദിച്ചു വരുമ്പോൾ പിന്നെ പേരൻസ് വരും. എല്ലാവരും അങ്ങനെ ഓപ്പൺ അല്ലല്ലോ ഇപ്പോൾ. എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്റ്റേറ്റസ് ഉണ്ട്. എത്ര വലിയ ആൾക്കാരായാലും ചെറിയ ആൾക്കാരായാലും അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മറ്റവരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നോക്കണത്. അപ്പോൾ ഇത് ഒരു ഹെൽപ്പിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ കൗൺസിലേഴ്സ് എന്ന് പറയുമ്പോൾ വി ആർ ജസ്റ്റ് ടു ഹെൽപ്പ് അതേഴ്സ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊരു പൊതുസമൂഹത്തിന് ഇതിനെപ്പറ്റി വേണ്ടത്രയൊരു ബോധവൽക്കരണം ഇല്ല എന്നാണല്ലോ ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു വരുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ സമൂഹത്തെ എങ്ങനെയാണ് കൗൺസിലിംഗ് ഒരു നീഡായി മാറുന്നത്? എപ്പോഴാണ് കൗൺസിലിംഗ് വേണമെന്ന് എന്താ നിർബന്ധം? അച്ഛാ, കൗൺസിലിംഗ് ആവശ്യം എന്ന് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ പിള്ളേർക്കായാലും ഇപ്പോൾ നമ്മൾ ഒത്തിരി കാണുന്നുണ്ടല്ലോ, അഡിക്ട്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മീൻസ് ദേ ഹാവ് ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് അവർ മാറുന്നുണ്ട്. ചിലപ്പോൾ അവർ ഒരു ഇൻട്രോവേർട്സ് ആയി പോകും, ആരോടും സംസാരിക്കില്ല, അല്ലെങ്കിൽ ഒത്തിരി ദേഷ്യം പ്രകടിപ്പിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് ആവശ്യം, ഇവർക്കൊക്കെയാണ് ആവശ്യം. പക്ഷെ ആ സമയത്ത് പേരൻസ് ആയാലും ആർക്കും ഇപ്പോൾ എവിടെ ആയാലും ഏത് കുടുംബത്തായാലും രണ്ടുപേരും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവരെ നോക്കാനും അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ വ്യത്യാസം വരുന്നത് മനസ്സിലാക്കാനുള്ള കഴിവ് മാതാപിതാക്കൾക്കില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് തിരക്കാ, അവർക്ക് സമയമില്ല, കുട്ടികളോട് സംസാരിക്കാനുള്ള സമയമില്ല. അപ്പം ഞാൻ എപ്പോഴും പറയണത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലാസ് കൊടുക്കുമ്പോഴായാലും പേരൻസിനായാലും ഇത് ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ക്ലാസ് കൊടുക്കുമ്പോൾ ഞാൻ പറയണത് ഈ കിട്ടുന്ന ഒരു ഞായറാഴ്ച ഉണ്ടാകും, ആ ദിവസം എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോകും. അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്കും, അവർക്ക് വേണ്ടത് ചെയ്യും. പക്ഷേ ആ ഒരു ദിവസം നിങ്ങൾ മക്കളുടെ കൂടെ ഇരുന്ന് അവർക്ക് ആവശ്യം എന്താണ്, ഒരാഴ്ചത്തെ പരിപാടി എന്തായിരുന്നു, അവർ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല, ആരോടെങ്കിലും വഴക്ക് പറഞ്ഞോ, ആരെങ്കിലും വഴക്കിട്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴുണ്ടല്ലോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാൻ തോന്നും. അപ്പോൾ ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഔട്ടിങ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വരുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സോഷ്യൽ നെസസിറ്റി ആയിപ്പോയി. ഇപ്പോൾ പിള്ളേർ പിറ്റേ ദിവസം സ്കൂളിൽ വരുമ്പോൾ ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി എന്ന് പറയുമ്പോൾ അപ്പോൾ മറ്റേ പിള്ളേർക്കും അവർ പോകണമെന്നൊരു നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ ജീവിതശൈലി ഇങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫാമിലി എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കമിങ് എൻ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ നമ്മൾ കൊച്ചുങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മാതാപിതാക്കളുടെ സ്റ്റേറ്റസ് എന്താണോ അതുപോലെയാണ് അവർ. ഒരിക്കലും ഒരു കുട്ടിയെ കൗൺസിലിംഗ് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവൾ പറഞ്ഞത് വീട്ടിൽ ഏതാണ്ട് പ്രശ്നമാണ്, അവൾ സമ്മതിക്കണം, അല്ല ഞങ്ങൾക്ക് ഡ്രസ് കോഡിൻ്റെ പ്രശ്നമാണെന്നൊക്കെ. അപ്പോൾ ആ കൊച്ചിനോട് ചോദിച്ചപ്പോൾ അവൾ സിമ്പിളായിട്ട് പറഞ്ഞു, എനിക്ക് സ്കൂൾ സോഷ്യലിന് എനിക്ക് ഒരു ഡ്രസ്സ് വേണമായിരുന്നു, അമ്മ മേടിച്ച് തന്നില്ല. ദ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് ഒരു കല്യാണത്തിന് വേണ്ടി രണ്ട് ഡ്രസ്സ് മേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആവശ്യം. അപ്പം അമ്മ പറഞ്ഞതാണ് ഇത്, എൻ്റെ കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കുടുംബത്തിനും ഓരോ കല്യാണത്തിന് ഞങ്ങൾ ഡ്രസ്സ് എടുത്തു. അപ്പോൾ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചത്, നിങ്ങൾ എന്തിനാ രണ്ട് കല്യാണത്തിന് വേണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്ററെ ആൽബത്തിലൊക്കെ കാണുമ്പോൾ രണ്ട് ഒരുപോലെയായിരിക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെടുത്തു. ഇത് അമ്മയുടെ കോൺസെപ്റ്റാണ്. പക്ഷെ അപ്പം മകൾ വേണം ചോദിക്കുമ്പോൾ നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൾ സമ്മതിക്കുമോ?
സോ ദർ ഇസ് എ ഡൈഗോട്ടമി. അപ്പോൾ പിള്ളേർ അമ്മ എന്ത് പറയണോ അതുപോലെ ആയിരിക്കില്ല പിള്ളേർ. കാരണം പിള്ളേരുടെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ പിള്ളേർ 95% പിള്ളേർ അവരുടെ ഫ്രണ്ട്സ് പിയർ ഗ്രൂപ്പ് പ്രഷറിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് അവർ കേൾക്കില്ല. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ആൻഡ് നോംസ് എന്ന് പറയുന്നത് നമ്മൾ ഫാമിലിയിൽ നിന്ന് വരണം. അല്ലാതെ പിള്ളേരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് വെച്ച് വരുമ്പോൾ അവർ ചെയ്യാൻ പോകുന്നില്ല. അതായത് ഒരു ഫാമിലി ഡിറ്റീരിയറേഷൻ, ഒരു വാല്യൂസിൽ ഒരു വലിയ ഫാമിലീസ് ആണ് വെച്ചാൽ ആദ്യമേ ഇത് നമ്മൾ ഒരു ശരിക്കും ഒരു നോമിലേക്ക് വരേണ്ടത് ഫാമിലീസ് ആണ്. സോ ഫാമിലീസ് ഡ്രിഫ്റ്റിംഗ്. ഫാമിലി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അവർക്ക് അതിന് ഞാൻ എപ്പോഴും പറയും, ഇപ്പോഴത്തെ പേരൻസ് ഗ്രാൻഡ് പേരൻസ് ആകുമ്പോഴാണ് അവർക്ക് വിസ്ഡമും നോളജൊക്കെ വരുന്നത്. അതുവരെ അതൊരു എന്താ പറയുക കുട്ടികളി പോലെയാണ് അവരുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വല്യപ്പനും വല്യമ്മയായി കഴിയുമ്പോഴേ ജീവിതത്തിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള പാഠങ്ങൾ അല്ലേ. അപ്പം ഈ ഒരു തലമുറയിലെ ഈ ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞല്ലോ, അതായത് ഒരു വാല്യൂ എറോഷൻ, ഒരു മൂല്യ ശോഷണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പം അത് നമ്മുടെ ഒരു കത്തോലിക്ക കുടുംബങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്. കാരണം സിസ്റ്റർ ഇടപെടുന്ന മേഖല എന്ന് പറയുന്നത് കത്തോലിക്ക കുടുംബങ്ങൾ മാത്രമല്ല, എല്ലാവരും ഉണ്ട് അല്ലേ. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു തെറ്റായ ബോധ്യങ്ങൾ അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും എന്നാണ് സിസ്റ്റർ വിചാരിക്കുക? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് സ്റ്റേറ്റ്. എല്ലാവരും തന്നെ ഒരു ലൈനിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ യൂത്ത്, ഇപ്പോൾ നമ്മൾ യൂത്ത് എന്ന് പറയുമ്പോൾ അവരിങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഐഡിയാസിലായിട്ട് വന്നില്ലെങ്കിൽ ഇത് ശരിക്കും നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. കാരണം ശരിയേത് തെറ്റേതാണെന്ന് അറിയാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ ഡ്രിങ്കോ ഒരു ഡ്രഗ്സോ എടുക്കുന്നത് ഒരു വലിയ കുറ്റമല്ല. ഇറ്റ്സ് ബിക്കം ലൈക്ക് ദാറ്റ്. ഇപ്പോൾ നമുക്ക് സ്കൂളിലായാലും കോളേജസിലായാലും ഇൻഫ്ലോ ഓഫ് ഡ്രഗ്സ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്, എല്ലാ കോളേജിലും ഉണ്ട്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് നമ്മൾ അവരെ പിടിച്ചെടുക്കണമെന്ന് വേണം. അപ്പോൾ ഇതിൽ എല്ലാവരും തന്നെ അതിന് ഉറച്ചു നിൽക്കേണ്ട ഒരു സമയമാണ്. സിസ്റ്റർ സുനിത പറഞ്ഞു വരുമ്പം ഈ ഒരു കുടുംബ പശ്ചാത്തലം ഈ ഒരു കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ. അതായത് അവർക്ക് ഈ ഒരു കാലത്ത് ജീവിക്കാതിരിക്കാനാവില്ല. ഈ ഒരു കാലത്തിൻ്റെ ഭാഷയിലും ഈ ഒരു കാലത്തിൻ്റെ ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഈ ഒരു യുവ ദമ്പതികളും കുടുംബങ്ങളൊക്കെ വളർന്നു വരുന്നത്. അതേസമയത്ത് മക്കളെ പരിരക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഇത്രയും കാലം, ഒത്തിരിയേറെ കാലമായിട്ട് കൗൺസിലിംഗ് രംഗത്തുണ്ട്. ഒരനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് അവരോട് സംസാരിക്കാം. പേരൻസ് ശരിക്കും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കളെ മനസ്സിലാക്കണം. ഇപ്പം അവർ കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയുന്നത് പേരൻസ് ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നാണ്. അപ്പോൾ പേരൻസ് പറയണത് മക്കൾ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നാണ്. അപ്പോൾ രണ്ടുപേര് തമ്മിൽ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പേരൻസിനെ മക്കളെ മനസ്സിലാക്കാനായിട്ട് ഒരു കൗൺസിലർ ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അവർ രണ്ടുപേര് തമ്മിലുള്ള ഇതെന്താന്ന് വെച്ചാൽ ഇവരുടെ സ്റ്റേജിൽ നിന്ന് നോക്കുന്നുണ്ട്, അവർ അവരുടെ സ്റ്റേജിൽ നിന്ന് നോക്കുന്നുണ്ട്. അത് രണ്ടും മേജ് ആയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം മക്കൾക്ക് എന്ത് ആവശ്യമാണെന്ന് പേരൻസിന് അറിയണം. പക്ഷേ ഇപ്പം പേരൻസിൻ്റെ സ്റ്റേറ്റസ് എങ്ങനെയാണെന്ന് വെച്ചാൽ മക്കൾക്ക് ആവശ്യം ഇല്ലാത്തതുപോലും ആണ് അവർ മേടിച്ചു കൊടുക്കുന്നതും ചെയ്യണതും. പണ്ടൊക്കെ ആണെങ്കിൽ അപ്പനമ്മയുടെ അടുത്ത് നമുക്ക് ഈ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും. ഇന്ന് പിള്ളേർ ചോദിക്കുന്നില്ല. കാരണം അവർ ചോദിക്കണ മുമ്പ് അവർക്ക് എല്ലാം കിട്ടി കഴിയുന്നുണ്ട്. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പേരൻസ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇപ്പം പിള്ളേർക്ക് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അതാണ് സംഭവം. ഉദാഹരണം പറയാം. ഇപ്പം ഒരു പ്രാവശ്യം ഒരു കൊച്ചിനെ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നപ്പോൾ അവൻ പറയുന്നു അപ്പം അമ്മ പറഞ്ഞത് ഇതാണ്, അവന് എല്ലാം ഞങ്ങൾ മേടിച്ച് തരുന്നുണ്ട്, പക്ഷെ എന്നാലും അവന് പ്രശ്നമാണ്. എന്താ പ്രശ്നം? അപ്പം അവൻ പറയുന്നുണ്ട് എനിക്ക് ഇതിങ്ങനത്തെ അല്ല വേണ്ട, എനിക്ക് വേറെയാണ് വേണ്ടത്, പക്ഷെ അവർക്ക് ഇഷ്ടമുള്ളതാണ് മേടിച്ച് തരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൺസൾട്ടേഷൻ ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പിള്ളേരെ വളർത്തുന്ന ഇറ്റ്സ് എ സ്കിൽ. അപ്പം ഞാൻ ഇവിടെ ആശ്വാസിൽ ജോലി ചെയ്യുമ്പോഴും ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയുമായിരുന്നു, അച്ഛൻ നമ്മൾ ഈ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് നടത്തുന്നുണ്ട്, പക്ഷേ അതുപോലെ തന്നെ മക്കൾ ജനിക്കണ മുമ്പ് പേരൻസിന് ഒരു കോഴ്സ് കൊടുക്കണം. കാരണം കൊച്ചുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് അവർക്ക് അറിയണം, ദ ഡൂസ് ആൻഡ് ഡോൺസ്. അപ്പോൾ അതില്ലാതെ വരുമ്പോഴാണ് ഇപ്പോൾ പ്രശ്നം വരുന്നത്. കാരണം പിള്ളേർക്ക് തന്നെ അത് എങ്ങനെ പേരൻസിനോട് റിലേറ്റ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എന്ത് വേണമെന്ന് അറിയാൻ പാടില്ല, എന്ത് ചോദിക്കണം എന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു നീഡായിരിക്കും, വൈഫിൻ്റെ ഒരു നീഡായിരിക്കും. അപ്പോൾ ഈ കൊച്ചു എന്ത് കണ്ടാണ് വളരുന്നത്? ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മീഡിയയും അതിനകത്ത് കയറുന്നുണ്ട്. ഇപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ കാണുമ്പോൾ
എനിക്കതൊരു വിഷമായ കാര്യങ്ങളാണ്. കാരണം അവർ ഈ ഒരാളെ മറ്റൊരാൾ കളിയാക്കണതോ ഇതോ അതൊരു ഫണ്ണായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ പിള്ളേർക്ക് എങ്ങനെയാണ് വളർന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ മറ്റവർ നമ്മൾ വിഷമിപ്പിക്കുമ്പോൾ, അവരുടെ പേര് ചീത്തയാക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ ഒരു കളിയായിട്ടാണ് അവർ കാണുന്നത്. ദേ ഡോണ്ട് സീ ഇറ്റ് ആസ് എ വാല്യൂ. പണ്ടൊക്കെ സിനിമയിലൊക്കെ നമ്മൾ ജോക്സ് ഒക്കെ കാണുമ്പോഴായാലും അതിലൊരു അർത്ഥം ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഒരു മൂല്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും ഇല്ല. അപ്പോൾ മറ്റവനെ തല്ലുന്നതോ മറ്റവൻ്റെ സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്കണതോ അല്ലെങ്കിൽ മറ്റവനെ ഒരു കള്ളനാക്കണം, ഇതൊക്കെ ഒരു ജോക്കായിട്ടാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ പിള്ളേർക്ക് തന്നെ എന്താണെന്ന് സംഭവിക്കണമെന്ന് വെച്ചാൽ ശരി ഏത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അത് പറഞ്ഞു കൊടുക്കാന്നുള്ള ബോധം പേരൻസിന് വേണം. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ഒരു ക്രൈറ്റീരിയ വേണം, എന്തൊക്കെ നമ്മൾ കാണണം, എന്തൊക്കെ കാണാൻ പാടില്ല. അപ്പോൾ പിള്ളേരുടെ കൂട്ടരുന്ന് നമ്മൾ അത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഞാൻ ഒരിക്കലും ചെന്നൈയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ KG പിള്ളേരുണ്ട്, ഈ ബീച്ച് സൈഡിൽ നിന്നൊക്കെ പിള്ളേർ വരുമായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ വന്ന് ഫസ്റ്റ് അവർ ഇരിക്കുമ്പോൾ തന്നെ ഉറക്കുക. അപ്പം ഞാൻ ടീച്ചേഴ്സിനോട് ചോദിച്ചു, ഇത് എന്താ സംഭവം, ഇവരെന്തിനാ വന്ന് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഉറങ്ങുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്റർ നമ്മൾ പേരൻസിനൊക്കെ വിളിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവരെല്ലാവരെയും വിളിക്കുമ്പോൾ എല്ലാവരുടെയും ആൻസർ കോറസ് ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ പേരൻസ് കിടന്ന് ഉറങ്ങണത് 12 മണിക്കായിരിക്കും. അതുവരെ അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് TV, പിള്ളേരും അത് ഇരുന്ന് കാണും 12 മണി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിള്ളേർ രാവിലെ വരുമ്പോൾ എന്നാണ് അവർ എഴുന്നേക്കില്ല, ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഇവർക്ക് ഏറ്റവും എളുപ്പമായ വഴി എന്താണ്, TV ഇട്ടിട്ട് ഭക്ഷണം വാരി കൊടുക്കും. അപ്പോൾ അത് TV ഓഫ് ചെയ്യുമ്പോൾ പിള്ളേർ സ്കൂളിലേക്ക് വരുമ്പോൾ കരഞ്ഞുകൊണ്ട് വരും. പിന്നെ വന്ന് ആകെ ഇരിക്കുമ്പോൾ ഫസ്റ്റ് അവർ തന്നെ ഇരുന്ന് ഉറക്കുക. അപ്പം ഞങ്ങൾ ടീച്ചേഴ്സും ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു 7 മണിക്ക് പിള്ളേർ ഭക്ഷണം കഴിക്കണം, 8 മണിക്ക് പിള്ളേർ കിടന്ന് ഉറങ്ങിയിട്ട് വേണം ഇവർ TV ഇടണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളപ്പോൾ പിള്ളേരുടെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ, അവരതനുസരിക്കും സ്കൂളിൽ പറയുന്നത്. അപ്പോൾ ഇവർ വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ടീച്ചർ 8 മണിക്ക് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു, അപ്പോൾ 8 മണി കഴിഞ്ഞിട്ടേ TV ഇടാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അവർ ഏറ്റവും പ്രധാനമായ ഒരു സീരിയൽ ഉണ്ടായിരുന്നു ആ സമയത്ത്, 7 മണിക്കായിരുന്നു. അപ്പോൾ പേരൻസിന് അമ്മമാർക്ക് അത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതാ എല്ലാ ജാഥയായിട്ട് വന്നു ഒരു പ്രാവശ്യം, സിസ്റ്ററെ ഇത് ശരിയായില്ല, 7 മണിക്ക് അത് സീരിയലുണ്ട് സിസ്റ്ററെ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മക്കൾ ശരിയാകണമെങ്കിൽ നിങ്ങളത് കാണാൻ പാടില്ല, എന്തെങ്കിലും ഒരു സാക്രിഫൈസ് ചെയ്തേ മതിയാകുന്നു. അത് ദൈവത്തിൻ്റെ ആണോ ഇഷ്ടമാണോ അല്ല അവർ ചെയ്തതാണ് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, അത് 9 മണിക്കാക്കി. അപ്പോൾ പേരൻസിന് കുഴപ്പമില്ല, ആ സീരിയൽ മാറിയ പിന്നെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ചെയ്യും. ഇപ്പൊ സിസ്റ്റർ ഇപ്പൊ ഈ പറയുന്നത് ആക്ച്വലി ഒരു തമിഴ്നാട് പശ്ചാത്തലത്തിൽ, ഊട്ടിയുടെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു പ്രോപ്പർ പ്ലേസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഈവന്റ് ആണല്ലോ ഈ പറയുന്നത്. പക്ഷെ അത് ഒരു കുറച്ച് ജനറലൈസ് ചെയ്യാനും നമുക്ക് പറ്റും. കാരണം എല്ലാ സ്ഥലത്തും തന്നെ ഈ മക്കളെ വളർത്തുക എന്നത് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അമ്മയുടെ ഒരു പ്രഥമ ദൗത്യം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞ തലമുറ വരെ ആയിരുന്നു എന്നിപ്പോൾ ചില നിരീക്ഷണങ്ങൾ പറയാറുണ്ട്, വായനയിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. ഇപ്പം മുമ്പേ നമ്മൾ മനസ്സിലാക്കിയ പോലെ അപ്പനും അമ്മയും കൂടെ ജോലി ചെയ്താൽ മാത്രമാണ് പല കുടുംബങ്ങളും ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ജോലി ചെയ്യുന്ന 2 വ്യക്തികൾക്കും അവരുടെ പ്രൊഫഷണൽ ടെൻഷൻസ് വീട്ടിലേക്ക് വലിച്ചുകൊണ്ട് വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം മക്കൾക്ക് അവരുടെ പഠനത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇതെല്ലാം കൂടെ വീട്ടിൽ വെച്ച് ചർച്ച ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ ഇത് റിലാക്സ് ചെയ്ത് കളയാനാണ് പലരും ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സിനെ ഉപയോഗിക്കുന്നതെന്നുള്ള ഒരു നിരീക്ഷണമുണ്ട്. പക്ഷെ അത് തെറ്റാണ് അച്ഛാ. കാരണം നമുക്ക് കുടുംബജീവിതം ആവശ്യമാണോ എൻ്റർടൈൻമെൻറ്റ് ആവശ്യമാണോ നമ്മൾ ചിന്തിക്കണം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അപ്പം ഒരു പ്രാവശ്യം 2 പേരൻസ്, ഹസ്ബൻഡും വൈഫ് രണ്ടാളും ഗവൺമെൻറ് സർവൻസ് ആണ്. അമ്മ ഒരു സ്കൂളിൻ്റെ HMO ആയിരുന്നു. അപ്പോൾ ഒറ്റ മോനാണ്. അപ്പോൾ അവർ വിളിച്ചോണ്ട് വന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല, നല്ല കൊച്ചാണ്, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ട്, സ്കൂളിൽ പോകാൻ മടിയാണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ വന്നപ്പോൾ സ്കൂളിൽ തന്നെ അവർ പറഞ്ഞു, അവന് ബുദ്ധിമുട്ടാണെങ്കിൽ അവനെ വേറെ സ്കൂളിലേക്ക് വിട്ടോളൂ, ഞങ്ങൾ ഇത് തരാം, TC തരാം, കാരണം ഹീ ഈസ് എ ഗുഡ് ചൈൽഡ്. അതായിരുന്നു അവരുടെ പ്രശ്നം. അവനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു 1-2 സിറ്റിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ മനസ്സിലാക്കി. അപ്പോൾ അവനിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഇത് വന്നപ്പോൾ അവൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, രാവിലെ അമ്മയും പോകും, അമ്മ ഇവന് ബസ് കയറ്റി വെച്ച് അമ്മയും പോവും, അപ്പനും ജോലിക്ക് പോവും. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഇവനാണ് വീട് തുറക്കേണ്ട കാര്യം. അപ്പോൾ ഇവൻ്റെ പോക്കറ്റിലാണ് ഇതുള്ളത്, കീ. അപ്പോൾ അതെടുത്ത് അവൻ താക്കോലെടുത്ത് വാതിൽ തുറന്ന് അകത്ത് പോയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അമ്മ വരുന്നത്. പിന്നെ അമ്മ എന്ത് അസുഖമായാലും ഇവന് അമ്മ പാരസെറ്റമോൾ കൊടുത്ത് അമ്മ സ്കൂളിലേക്ക് കയറ്റി വിടും. അപ്പോൾ അവന് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കൊച്ചിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അമ്മ വീട്ടിലിരിക്കണം. ചില കുട്ടികൾ മറ്റു പിള്ളേരൊക്കെ അവർക്ക് അസുഖമാണെങ്കിൽ പോലും അവർ വീട്ടിൽ നിൽക്കും. പക്ഷേ എനിക്ക് അസുഖമാണെങ്കിൽ എനിക്ക് വീട്ടിൽ പോലും നിൽക്കാൻ പറ്റില്ല, അമ്മ എന്നെ കൊണ്ടുപോയി സ്കൂളിലാക്കും. ഇതായിരുന്നു അവൻ്റെ പ്രശ്നം. അതായത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അസുഖം വന്നൊരു ദിവസം വീട്ടിലിരിക്കുക, അമ്മയുടെ പരിചരണത്തിൽ
ഒരു ദിവസം മുഴുവൻ കഴിയുക എന്ന് പറയുന്നത് അവൻ്റെ ഒരു വലിയ സ്വപ്നമാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അതൊരു അവരുടെ ആവശ്യവുമാണ്, അത് ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് പാരന്റൽ കെയറിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പൊ ഇതാണ് അവന്റെ സിറ്റുവേഷൻ, നിങ്ങൾ എന്താ പറയണമെന്ന് വെച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞത് എന്നാൽ സിസ്റ്റർ ഞാൻ ഒരു കാര്യം പറയാം, അപ്പം ഞാൻ പറഞ്ഞു അവന് വേണ്ടത് നിങ്ങളെയാണ്, അവന് വേറെ ഒന്നും വേണ്ട, അമ്മ വീട്ടിൽ വേണം, അവൻ സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അമ്മ വീട്ടിലിരിക്കണം, ഇതൊക്കെയാണ്. അപ്പം ഈ പ്രായത്തിൽ അവൻ ആവശ്യം നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അവൻ തിരിച്ച് അത് വേറെ വഴിയിലായിട്ടായിരിക്കും പോകുന്നത്. അപ്പം അത് പറഞ്ഞു വന്നപ്പോൾ അമ്മ ഷീ വാസ് റെഡി. അമ്മ പറഞ്ഞു ഞാൻ VRS എടുക്കാം. ഞാൻ VRS എടുത്ത് എൻ്റെ കൊച്ചിന്, എനിക്കുള്ളത് ഒരു ഒറ്റ കൊഞ്ഞാണ് സിസ്റ്റർ, എനിക്ക് അവന് ആവശ്യമാണ്, അത് എനിക്ക് വിടാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു അവരോട്, എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അവൻ്റെ അടുത്ത് പറയണ്ട, അവന് വേണ്ടിയിട്ട് നിങ്ങൾ ജോലി രാജിവെച്ചെന്ന് അവൻ അറിയാൻ പാടില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ് ഇമ്പാക്റ്റ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ലീവ് എടുക്കുകയെന്ന് പറയാം, 1-2 മാസം കൂടി ലീവ് എടുത്തിട്ട് പിന്നെ പറഞ്ഞാൽ മതി, അപ്പോൾ അവൻ്റെ ബിഹേവിയർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് അത് ഒരു 3-4 മാസം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു ആ കൊച്ചിൻ്റെ ബിഹേവിയർ ഓട്ടോമാറ്റിക്കലി ചേഞ്ച്ഡ് ആയിരുന്നു. അപ്പം ഇതാണ് പിള്ളേർക്ക് വേണ്ടത്, അപ്പനമ്മയുടെ പ്രസൻസ് വേണം. അവർ വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സ് വേണം. അപ്പോൾ അപ്പോഴാണ് നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില സമയങ്ങളിൽ പേരൻസിന് അതിന് സമയമില്ല. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അവള്, അപ്പം അമ്മ കൊണ്ടുപോയി ട്യൂഷനിലാക്കി. അപ്പം അതോടുകൂടി അവൾ പഠിത്തം നിർത്തി എന്ന് വെച്ചാൽ അവൻ നന്നായിട്ട് പഠിക്കില്ല. നല്ല ഹയസ്റ്റ് 90% മേടിച്ചുകൊണ്ടിരുന്ന കുട്ടി 0 പോലും മേടിച്ചു. അപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് ആകെ പ്രശ്നമായി പോയി. ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, എന്നെ എന്തിനാണ് കൊണ്ടുപോയി ട്യൂഷനിലാക്കിയത്. അപ്പം അമ്മയുടെ ഇത് എന്താന്ന് വെച്ചാൽ വേറെ ആരാണ്ടും അവരുടെ ഫ്രണ്ട്സ് അങ്ങ് 99%, 98% മേടിച്ചു, അപ്പം ഇവളും അതിന് മേടിക്കണം, അതായിരുന്നു ഇവരുടെ എയിം. പക്ഷെ അവൾ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, എന്നെ എന്തിനാണ് കൊണ്ടുപോയി ട്യൂഷനാക്കിയത്, ട്യൂഷൻ നിർത്തുവാണെങ്കിൽ ഞാൻ പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ പഠിക്കില്ല. പലരുടെ ഈ ട്യൂഷൻ ഇന്ന് പലർക്കും ഒരു ഉപജീവന മാർഗമാണ് ട്യൂഷൻ. നല്ലത് തന്നെ, അവരത് അധ്വാനിച്ച് ചെയ്യട്ടെ, അതിനകത്ത് ഒത്തിരി സേവനം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ പല വിദ്യാർത്ഥികൾക്കും ഈ ട്യൂഷൻ എന്ന് പറയുന്നത് ഇതുപോലെ വീട്ടിൽ നിന്ന് മാറാനുള്ള ഒരു അവസരമായി മാറുകയാണ്. ചില പിള്ളേരത് ആഗ്രഹിക്കുന്നു, ചില പേരൻസ് അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് നമുക്ക് കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തനിച്ച് പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ്റെ ആവശ്യമില്ല. പക്ഷെ ട്യൂഷൻ ഉണ്ടെങ്കിലേ പഠനം നടക്കുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ട്യൂഷൻ സെൻ്ററുകളും ഇതുപോലെ മക്കളെ താരതമ്യം ചെയ്യുന്ന മാതാപിതാക്കളും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇതുപോലെ ഈ താരതമ്യം ചെയ്യുന്ന ഒരു സാഹചര്യം കുട്ടികളിൽ എങ്ങനെയാണ്, മാനസിക വളർച്ചയാണോ തളർച്ചയാണോ ഉണ്ടാക്കുക? അത് തളർച്ചയാണ് തീർച്ചയായിട്ടും. കാരണം അവിടെ ഒരു പോസിറ്റീവ് കോമ്പറ്റീഷൻ ഇല്ല. മിക്കവാറും പേരൻസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ തന്നെ 2 പിള്ളേരുണ്ടെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു പാരവശം കാണിക്കുന്നതുണ്ട്. അപ്പോൾ അവൻ മൂത്തത് നല്ലതാണ്, അങ്ങനെയാണെങ്കിൽ പോലും അവർ പറയരുത് അവർ മുമ്പിൽ വെച്ച്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പല മാതാപിതാക്കളും കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ പറയും. അപ്പൊ അവർ തമ്മിൽ അങ്ങനെ ഒരു സിബ്ലിംഗ് റൈവൽറി ചെറുപ്പം മുതലേ വരുന്ന, അവന് ബെസ്റ്റാണ്, എന്നെ വേണ്ട, ഇവനെ ഇഷ്ടമാണ്, എന്നെ വേണ്ട, അങ്ങനത്തെ ഒരു ചിന്ത നമ്മൾ തന്നെയാണ്, മാതാപിതാക്കൾ തന്നെയാണ് വളർത്തിയെടുക്കുന്നത്. അത് പിന്നെ ആരെങ്കിലും വിസിറ്റേഴ്സോ ഗസ്റ്റോ വീട്ടിൽ വരുമ്പോൾ അവരുടെ മുമ്പിൽ പറയും, അവന് നന്നായിട്ട് പഠിക്കും, ഇവളിങ്ങനെ പഠിക്കില്ല, ഇവൻ ഇങ്ങനെയാ ചെയ്യണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. ഈ സിബ്ലിംഗ് റൈവൽറി എന്ന് പറഞ്ഞ ഒരു പ്രയോഗം നടത്തിയല്ലോ. ഇപ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള, രക്തബന്ധത്തിലുള്ള ഒരു വീട്ടിലെ സഹോദരങ്ങൾ തമ്മിലുള്ള ശത്രുത എന്നാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഫീലാണോ, അത് കുട്ടികളിൽ മാറുമോ, അതോ അത് നിലനിൽക്കുമോ? ചെറുപ്പത്തിൽ ഇങ്ങനെ അത് മാറും. അപ്പം ഈ കുഞ്ഞുനാൾ മുതലേ കുട്ടികളിൽ അത് കാണുന്നത് നാച്ചുറലാണ്. അത് നമുക്ക് ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം ഒരു കൊച്ച് ഇപ്പം 3 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഇപ്പം രണ്ടാമത്തെ ഒരു അനുജനോ അനിയത്തി ജനിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അപ്പം ഈ കുട്ടിക്ക് ഒരു പേടിയാണ്, അപ്പം എൻ്റെ സ്ഥാനം പോകുമോ, അപ്പോൾ ആ കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞ്. അത് നേരത്തെ തന്നെ പേരൻസ് ആ കൊച്ചിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു വാവ വരുന്നുണ്ട്, അപ്പം നീ വേണം ആ കൊച്ചിനെ നോക്കാൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് കേൾപ്പിക്കണം. പിന്നെ അത് കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ കൊച്ചു ജനിച്ച് വരുമ്പോൾ വരുന്നവരൊക്കെ ഈ കുഞ്ഞിനെ കാണാനായിരിക്കും വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊരു വിഡ്രോവലാണ്. അപ്പം ഈ രണ്ടുപേരെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് മാതാപിതാക്കൾക്ക് വേണം മനസ്സിലാക്കാൻ. കാരണം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ അങ്ങനെ ചിലപ്പോൾ ചില വീടുകൾ പറയും, ഇനി ആ കുട്ടി വന്നെങ്കിൽ നീ വേണ്ട, നിന്നെ ആരാ നോക്കാൻ പോണേ, ഞങ്ങൾക്ക് ആ കുട്ടി മതി എന്ന് പറയുമ്പോഴൊക്കെ അത് കുട്ടിക്ക് മനസ്സിലാകില്ലല്ലോ അതിൻ്റെ ദോഷം എന്താണെന്നോ അത് നന്മ എന്താണെന്നോ കുട്ടിക്ക് മനസ്സിലാക്കാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് അവർ തമ്മിൽ ആ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൂത്ത കുട്ടി എന്ന് വെച്ചാൽ ആദ്യത്തെ കൊച്ച് എപ്പോഴും ഒരു ട്രയൽ ആൻഡ് എററാണ്.
പേരൻസിന്. അവർക്ക് അറിയാൻ പാടില്ല കൊച്ചിനെ എങ്ങനെ നോക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ അവർക്ക് അറിയില്ല. പക്ഷെ അതേ സമയം രണ്ടാമത്തെ കുട്ടി എന്ന് വരുമ്പോൾ അവർക്കറിയാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതിനെ വന്ന് നോക്കിയെടുത്തത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പം ആ മൂത്തതിനെ നോക്കിയ പോലെ ആയിരിക്കില്ല രണ്ടാമത്തതിനെ നോക്കുന്നത്. അപ്പോൾ മൂത്തതിന് ഓട്ടോമാറ്റിക്കലി ഒരു ജലസി ഫീലിംഗ് വരും. അപ്പോൾ എൻ്റെ സ്ഥലത്ത് മറ്റൊരു കുട്ടി വന്നല്ല, അപ്പോൾ ഇവനെങ്ങനെ പരിചരിക്കുമ്പോൾ അപ്പോൾ പൊതുവേ പേരൻസിൻ്റെ ഇതെങ്ങനെയാ വെച്ചാൽ മൂത്ത കുട്ടികളെ ഏത് കുടുംബത്തിൽ നോക്കിയാലും ഒരു മെച്യൂർഡ് ലൈനിലായിരിക്കും അവർ, ഇൻ പാർ വിത്ത് പേരൻസ്. അപ്പൻ അമ്മയ്ക്കായാലും എന്തായാലും അവരോട് പറയും, ചോദിക്കും, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഈ രണ്ടാമത്തെ കുട്ടിയെ എപ്പോഴും അവർ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വാവെ പോലെയാണ്. അപ്പോൾ രണ്ടുപേർ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം മൂത്ത ആൾ എപ്പോഴും വിചാരിക്കും ഇളയാൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെയാണെന്ന്, അവനെയാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ഇളയാൾ എപ്പോഴും വിചാരിക്കും മൂത്ത ആളുടെ അടുത്താണ് അപ്പനും അമ്മയ്ക്ക് ഭയങ്കര കാര്യം, അവൻ്റെ അടുത്തായിരിക്കും എല്ലാം പറയണത്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ എപ്പോഴും ഒരു വീട്ടിൽ രണ്ട് കുട്ടികളോ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അത് കൂടി വരുന്നുണ്ട്. മറ്റൊരു കാര്യം വരുന്നതെന്ന് വെച്ചാൽ പിള്ളേർ ആരുടെ കൂടെയാ കൂട്ടുകൂടണമെന്ന് വെച്ച്, ദാറ്റ് മേക്സ് എ സെക്കൻഡ് ഡിഫറൻസ്. മാച്ച് ബോക്സ് ഇങ്ങനെ ലൈറ്റ് ചെയ്ത് കളയുമായിരുന്നു. അപ്പൊ ഇവർ വിചാരിച്ച അവൻ വെറുതെ ചെയ്യുന്നതായിരിക്കും, സമയം കളയാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ വിചാരിച്ചത്. കുറച്ച് കളയുമായിരുന്നു. അപ്പൊ ഇവർ വിചാരിച്ച അത് വെറുതെ ഒരു കളിയായിരിക്കുമെന്ന്. പക്ഷെ പിന്നെയാണ് ഇവർക്ക് മനസ്സിലായത് ഇവരുടെ ടെറസിൽ ഇവനും ഇവന്റെ ഫ്രണ്ട്സൊക്കെ കൂടിപ്പോയി അവിടെ ഇരുന്നിട്ട് ഇത് സിഗരറ്റ് പിടിക്കുന്നുണ്ടായിരുന്നു. അത് അച്ഛാ ഇതും ഒരു മിഷനല്ലേ, അപ്പനമ്മയെ നോക്കുന്നത് ഒരു മിഷനല്ലേ. ഇപ്പൊ നമ്മളിപ്പോ അവരുടെ ആവശ്യത്തെ സമയത്ത് നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നാ നോക്കാൻ പോകുന്നത്? അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴുണ്ടല്ലോ, ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് അസ്.